തരൂരിനെ കോൺഗ്രസ് വിമർശിക്കുമ്പോഴും അദ്ദേഹത്തെ അനുകൂലിക്കുന്ന ചിലരുണ്ട് എന്നതും ശ്രദ്ധേയമാണ്. പറഞ്ഞു വരുന്നത് തരൂരിനെ പിന്തുണച്ച് വെള്ളാപ്പള്ളി നടേശൻ രംഗത്ത് വന്നിരിക്കുന്നു എന്നതാണ്. തരൂർ രാഷ്ട്രീയം നോക്കി അഭിപ്രായം പറയുന്ന ആളല്ല. ഉള്ള സത്യം അദ്ദേഹത്തിന്റെ അറിവിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞു. അത് ഇത്രയും വലിയ ചർച്ചയാക്കേണ്ട കാര്യമില്ല. അദ്ദേഹത്തെ കൊല്ലാൻ കൊടുവാളുമായി കോൺഗ്രസുകാരെല്ലാം ഇറങ്ങിയിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞത് തെറ്റാണെങ്കിൽ അത് മറ്റുള്ളവർ തെളിയിക്കട്ടെ. പ്രതിപക്ഷത്തിന്റെ ജോലി ഭരണപക്ഷത്തെ എതിർക്കുക എന്നതാണ്. ഭരണപക്ഷം എന്ത് നല്ലത് ചെയ്താലും അതിനെ എതിർക്കുക എന്നത് പ്രതിപക്ഷത്തിന്റെ സ്വാഭാവിക ശൈലിയാണ്. പക്ഷേ നല്ലത് ചെയ്താൽ നല്ലതെന്ന് പറയണം. അതാണ് പരിഷ്കൃത സംസ്കാരം. കേരളത്തിൽ ആര് എന്ത് ചെയ്തു എന്ന് നോക്കിയിട്ടാണ് അഭിപ്രായം പറയുന്നത്. മുഖ്യമന്ത്രി കസേരയ്ക്ക് കോൺഗ്രസ് മോഹിക്കേണ്ട. മുഖ്യമന്ത്രി മോഹികളായി കോൺഗ്രസിൽ ഒരുപാട് പേരുണ്ട്. 5-6 പേർ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി തർക്കിക്കുന്നു. കോൺഗ്രസ് ഇനി അങ്ങനെ മോഹിക്കേണ്ട ഒരു കാര്യവുമില്ല. കേരളത്തിൽ ഇനിയും പിണറായി തന്നെ ഭരണത്തിൽ വരും. നിലവിലെ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ സാധ്യത ഇടതുപക്ഷത്തിന് തന്നെയാണെന്നും വെള്ളാപ്പള്ളി നടേശൻ കോൺഗ്രസിന് മറുപടി നൽകിക്കൊണ്ട് പറഞ്ഞു. അതേസമയം തരൂരിനെ അഭിനന്ദിച്ച MV ഗോവിന്ദനും രംഗത്ത് വന്നിരുന്നു. സത്യസന്ധമായി കാര്യങ്ങൾ അവതരിപ്പിക്കുന്നവരെ കോൺഗ്രസ് സമീപിക്കുന്നത് എങ്ങനെയെന്നതിന്റെ തെളിവാണിതെന്നും നേതാവ് ചൂണ്ടിക്കാട്ടി. വസ്തുതകൾ കൃത്യമായി അവതരിപ്പിച്ച് സംസാരിച്ചതാണ് തരൂർ ചെയ്ത പാതകമെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. അദ്ദേഹത്തിന്റെ ലേഖനത്തിൽ എല്ലാം വ്യക്തമാണ്. ലേഖനം എഴുതിയതും അതിന്റെ ഉള്ളടക്കവുമല്ല പ്രശ്നം, അത് എഴുതിയ ആളാണ് കോൺഗ്രസിന്റെ പ്രശ്നം. ശരി പറയുന്നത് ആരായാലും അത് അംഗീകരിക്കുക. ആ അർത്ഥത്തിൽ തരൂർ പറഞ്ഞ ശരി ഞങ്ങൾ അംഗീകരിക്കുന്നുവെന്നാണ് MV ഗോവിന്ദൻ അഭിപ്രായപ്പെട്ടത്. അതേസമയം നല്ലത് ആര് ചെയ്താലും അത് പറയുമെന്ന് വ്യക്തമാക്കിയ ഡോക്ടർ ശശി തരൂരിന് CPMന്റെ വികസന വിരുദ്ധ നയങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ തക്ക ചരിത്രബോധമില്ലെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ അഭിപ്രായപ്പെട്ടിരുന്നു. അത് അറിഞ്ഞിരുന്നുവെങ്കിൽ പിണറായി സർക്കാരിനെ പാടിപ്പുകഴ്ത്താൻ ഇറങ്ങില്ലായിരുന്നുവെന്നാണ് അവരുടെ പക്ഷം. 1991 മുതൽ 94 വരെയുള്ള കാലത്തെ K കരുണാകരൻ മന്ത്രിസഭയുടെ ആലപ്പുഴ ജില്ലയുടെ വികസനത്തിനായി ആലപ്പുഴ ജില്ലാ വികസന സമിതി എന്നൊരു കമ്മിറ്റി സർക്കാർ രൂപീകരിച്ചു. മുഖ്യമന്ത്രി നേരിട്ടിടപെട്ട് ഗൗരിയമ്മയെ വികസന സമിതിയുടെ പ്രസിഡന്റാക്കി. പാർട്ടിയോട് ആലോചിക്കാതെ വികസന സമിതി പ്രസിഡന്റ് പദവി സ്വീകരിച്ചതിന്റെ പേരിൽ നടപടിയെടുത്ത പാരമ്പര്യമാണ് CPMന്റേത്. ഗൗരിയമ്മയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനുള്ള പ്രധാന കുറ്റങ്ങളിൽ ഒന്ന് ഇതായിരുന്നു. കഴിഞ്ഞ മാസം ഒടുവിൽ 10 കോടി രൂപ മുടക്കി വ്യവസായ മന്ത്രി P രാജീവിന്റെ നേതൃത്വത്തിൽ 10 അംഗ സംഘം സ്വിറ്റ്സർലാൻഡിലെ ദാവോസിൽ നടന്ന വേൾഡ് ഇക്കണോമിക് ഫോറത്തിൽ പങ്കെടുത്തെങ്കിലും 10 പൈസയുടെ നിക്ഷേപ വാഗ്ദാനം പോലും കേരളത്തിന് ലഭിച്ചില്ലെന്നാണ് കോൺഗ്രസ് കുറ്റപ്പെടുത്തിയിരിക്കുന്നത്. 70ഓളം കമ്പനി പ്രതിനിധികളോടും വ്യവസായ പ്രമുഖരോടും ചർച്ച നടത്തിയെന്നാണ് വ്യവസായ മന്ത്രി P രാജീവിന്റെ അവകാശവാദം. എന്നാൽ ഇതേ വേൾഡ് ഇക്കണോമിക് ഫോറത്തിൽ പങ്കെടുത്ത മഹാരാഷ്ട്ര സർക്കാർ 15.70 ലക്ഷം കോടിയുടെ നിക്ഷേപ കരാറുകളിലാണ് ഒപ്പുവെച്ചത്. രാജ്യത്ത് ഏറ്റവും കൂടുതൽ നിക്ഷേപ വാഗ്ദാനങ്ങളിലും കരാറുകളിലും ഒപ്പുവെച്ചത് മഹാരാഷ്ട്രയാണ്. തൊട്ടുപിന്നിൽ തെലങ്കാന, കർണാടക സംസ്ഥാനങ്ങളാണെന്നും കോൺഗ്രസ് തുറന്നടിച്ചിരുന്നു.